മുതലപ്പുഴയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ശാശ്വത പരിഹാരം കാണുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും വ്യക്തമാക്കി. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെയും മരണപ്പെട്ട ഫ്രീമോന്റെയും കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. മുതലപ്പുഴ പോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇനിയും ഇതുപോലൊരു അപകടം ഉണ്ടാകരുതെന്നും അതിനുവേണ്ടിയുള്ള ശാശ്വത പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുതലപ്പുഴ പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഈ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ തെരച്ചിലും അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോൾഡൻ മണിക്കൂറിൽ തന്നെ തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രവർത്തന മാർഗരേഖ തയ്യാറാക്കി വരുന്നുണ്ട്. ഇതിൽ മത്സ്യത്തൊഴിലാളികളുടെ സേവനവും പങ്കാളിത്തവും പൂർണ്ണമായും ഉറപ്പാക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മുതലപ്പുഴയിലെ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഫിഷറീസ് മന്ത്രി വ്യക്തമാക്കി. മുതലപ്പുഴയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള വർക്ക്, അതിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ ബാക്കിയുള്ള വർക്ക് CWPRSൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിന് കുറച്ച് കടലറിവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ പരിഗണിച്ച ശേഷം ഇനി വേറെ ഇന്ത്യയിലൊരു വിദഗ്ധ ഏജൻസി കൂടിയുണ്ട്, എങ്ങനെ വേണം എന്നുള്ളത് കൂടി അതിൽ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതുമായി മുമ്പോട്ട് പോകും. പുലിമുട്ടുമായി ബന്ധപ്പെട്ട ബാക്കി ജോലികൾ CWPRS റിപ്പോർട്ട് പരിശോധിച്ചതോടൊപ്പം മറ്റൊരു വിദഗ്ധ ഏജൻസിയുടെ കൂടി അഭിപ്രായം തേടി കൂടുതൽ ശാസ്ത്രീയമായി നടപ്പിലാക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി കൂട്ടിച്ചേർത്തു. അപകട വിവരം അറിഞ്ഞയുടൻ സ്ഥലം MLA രമ്യ ഹരിദാസ് ജനപ്രതിനിധികളെയും മന്ത്രിമാരെയും വിവരം അറിയിക്കുകയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. തിരച്ചിൽ നാവികസേന, തീരദേശ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ സജീവമായി നടക്കുകയാണെന്നും ഇതിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. തലസ്ഥാന വാർത്തകൾ, അഞ്ചുതെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.